നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ, കൊള്ള നടത്തിയവർ എല്ലാവരും അഴിക്കുള്ളിലാകണമെങ്കിൽ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും വാക്ക് കേൾക്കാൻ ഇവിടുത്തെ വിശ്വാസികൾ നിൽക്കരുത്. കാരണം രാഷ്ട്രീയക്കാരുടെ തനി നിറം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ഒരു ദിവസം മുതൽ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്ത്രി അറസ്റ്റിലായപ്പോൾ മുതൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മൗനത്തിലാണ്. എന്തുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നത്? തന്ത്രിക്കെതിരെ ഒരു നിലപാട് പറയാൻ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ ആരും തയ്യാറാകുന്നില്ല? അവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പ് കാണേണ്ടത്. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ അയ്യപ്പന്റെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെന്നോ ഉള്ളതല്ല ഇവരുടെ ആരുടെയും ആവശ്യം. ശബരിമല എല്ലാ കാലത്തും ഈ രാഷ്ട്രീയക്കാർക്ക് ഒരായുധം മാത്രമാണ്, വോട്ട് പിടിക്കാനുള്ള വെറും ഒരായുധം. അല്ലാതെ അയ്യപ്പന്റെ ശ്രീകോവിൽ സംരക്ഷിക്കപ്പെടണമെന്ന ഒരാഗ്രഹവും ഈ BJPക്കോ CPMനോ കോൺഗ്രസിനോ ഇല്ല. ഇവിടെ ഇതുവരെയുള്ള അറസ്റ്റുകളെല്ലാം നടന്നപ്പോൾ SIT കൃത്യമായ രീതിയിലാണ് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഇവരെല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റോടെ എല്ലാവരും പ്ലേറ്റ് മാറ്റുന്നു. തന്ത്രിയുടെ അറസ്റ്റ് നടന്നതിന് ശേഷം ഇവിടെ എല്ലാവരും, അതായത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ പറയുന്നത് അട്ടിമറി നടന്നു, അന്വേഷണത്തിൽ അട്ടിമറി നടന്നു. എവിടെയാണ് അട്ടിമറി നടന്നത്? ശബരിമല അയ്യപ്പന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു കാരണക്കാരൻ ഈ തന്ത്രിയും കൂടിയാണ്. ഇവരുടെയൊക്കെ കളി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല കോടതി ഈ പറയുന്ന തന്ത്രി രാജീവരെ റിമാൻഡിലാക്കിയത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കാൻ നോക്കരുത്. ഇവിടുത്തെ വിശ്വാസികൾ മണ്ടരൊന്നുമല്ല, അവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്ത്രി അറസ്റ്റിലായപ്പോൾ ഒരക്ഷരം പോലും CPM പ്രതികരിക്കുന്നില്ല. ഇതുവരെ അറസ്റ്റിലായവരെല്ലാം CPM അനുഭാവികളാണ്, CPM ബന്ധമുള്ളവരാണ്. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റ് ഒരു രാഷ്ട്രീയ കളിയല്ല നടന്നിരിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് അനിവാര്യം തന്നെയായിരുന്നു. എന്നാൽ തന്ത്രി അറസ്റ്റിലാകുമ്പോൾ അതിനെക്കുറിച്ച് ഒരക്ഷരം പ്രതികരിക്കാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ CPM തയ്യാറാകാത്തത്? നമുക്കറിയാം, കാലാകാലങ്ങളായി ശബരിമല വിശ്വാസത്തെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ ഈ പറയുന്ന CPMകാർ. അപ്പോൾ തന്ത്രി ഇവിടെ കൊള്ളയിൽ പങ്കുണ്ട് എന്ന് മനസ്സിലായിട്ടും എന്തുകൊണ്ടാണ് CPM പ്രതികരിക്കാത്തത്? ഇതിനു മുൻപ് വരെ ശബരിമലയിൽ എല്ലാ അർത്ഥത്തിലും ആചാരം സംരക്ഷിക്കപ്പെടണം, താഴ്മൺ കുടുംബത്തിനല്ല ശബരിമലയുടെ എല്ലാ അവകാശമെന്നും പറഞ്ഞിരുന്ന CPMകാർ ഇന്നിപ്പോൾ തന്ത്രി അറസ്റ്റിലായിട്ടും ഒരക്ഷരം പ്രതികരിക്കാത്തത് എന്താണ്? അവിടെയാണ് CPMനും തന്ത്രിക്കെതിരെ ഒരു നിലപാട് പറയാൻ ധൈര്യമില്ല എന്നുള്ളത് വ്യക്തമാകുന്നത്. ഉന്നത കുലജാതനായതുകൊണ്ട് തന്ത്രിയെ സംരക്ഷിച്ച് എന്തായാലും BJPക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. BJP നേതാക്കൾ എല്ലാവരും തന്ത്രിക്ക് വേണ്ടി കിടന്നങ്ങ് വാദിക്കുകയാണ്. കോൺഗ്രസുകാരും ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് CPMകാർ പ്രതികരിക്കുന്നില്ല? അതാണ് നമുക്കറിയേണ്ടത്. BJPക്കാർ പോലും പിന്തുണയ്ക്കുന്ന തന്ത്രിയെ എന്തുകൊണ്ട് അയാളെ എതിർത്തൊരു വാക്ക് പോലും ഇവിടുത്തെ CPM ശബ്ദിക്കുന്നില്ല? ഈ ഉന്നത കുല പേടി അപ്പോൾ CPMകാർക്കും ഉണ്ടോ? അപ്പോൾ എവിടെ പോയി നിങ്ങളുടെ മറ്റേ ശബരിമലയിലെ ആചാരം സംരക്ഷിക്കും എന്നുള്ള ഗീർവാണമടിയൊക്കെ എവിടെ പോയി? ഒരു തന്ത്രിയല്ലേ കൊള്ള നടത്താൻ കൂട്ടുനിന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ എതിർത്ത് തന്ത്രിക്കെതിരെ 2 വാക്കെങ്കിലും CPMകാർ പറയണ്ടേ? അതുപോലും പറയാനുള്ള ധൈര്യം CPMകാർ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ വിശ്വാസികൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക, ഇതൊക്കെ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയോടെ പ്രതികരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം. തന്ത്രിയുടെ അറസ്റ്റിനെ രാഷ്ട്രീയമായി നേരിടുമ്പോൾ തന്നെ വിശ്വാസികളെയും താഴ്മൺ കുടുംബത്തെയും പിണക്കാതിരിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിലാണ് മുന്നണികൾ എല്ലാവരും. തന്ത്രിയുടെ അറസ്റ്റിനെ BJP രാഷ്ട്രീയ ഗൂഢാലോചനയായി കാണാനാണ് ഇപ്പോൾ കളികൾ നടത്തുന്നത്. താഴ്മൺ മഠത്തെയും ശബരിമലയിലെ താന്ത്രിക പാരമ്പര്യത്തെയും സംരക്ഷിക്കേണ്ടത് വിശ്വാസപരമായ കടമയാണെന്ന നിലപാടിലാണ് BJP എത്തുന്നത്. എന്തിനാണ് ഇവിടുത്തെ വിശ്വാസികൾ ഈ പറയുന്ന താഴ്മൺ കുടുംബത്തിന്റെ താന്ത്രിക പാരമ്പര്യത്തെ അങ്ങ് പൊക്കിയെടുത്ത് തലയിൽ വെക്കേണ്ട കാര്യം എന്താണ്? അത്രയ്ക്ക് നല്ലവരാണോ ഇവിടുത്തെ താഴ്മൺ കുടുംബക്കാർ? അല്ല എന്നുള്ളതിന് എത്ര തെളിവുകളുണ്ട്? പിന്നെ എന്തിനാണ് BJP തന്ത്രി കുടുംബത്തെ താങ്ങുന്നത്? ഈ ഉന്നത കുല ആയതുകൊണ്ട് BJPക്കാർ നിന്നങ്ങ് നട്ടല് വളയ്ക്കും, അത് നമുക്കറിയാം. നാണമില്ല ഇവന്മാർക്ക് ഈ പറയുന്ന താഴ്മൺ കുടുംബത്തെ പോയി പൊക്കിയെടുത്ത് തലയിൽ വെക്കാനായിട്ട്? ഇന്ന് കുമ്മനം രാജശേഖരൻ പ്രതികരിക്കുന്നത് കണ്ടു. തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ കളിയാണ്, തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഇവിടുത്തെ വിശ്വാസികളിൽ മുറിവേൽപ്പിച്ചു എന്ന്. ഇവിടെ കേരളം ഒന്നടങ്കം ഈ കുമ്മനം രാജശേഖരന് മറുപടി കൊടുത്തിട്ടുണ്ട്.
ഇവിടെ താഴ്മൺ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിൽ ഇവിടുത്തെ ഒരു വിശ്വാസികൾക്കും ഒരു തേങ്ങയും സംഭവിച്ചിട്ടില്ല, ഒരു മാങ്ങാത്തൊലിയും സംഭവിക്കാൻ പോകുന്നതുമില്ല. അയാൾ കള്ളനാണെങ്കിൽ ഉറപ്പായും അയാൾ ശിക്ഷ അനുഭവിക്കണം. ഇവിടെ അയ്യപ്പന്റെ കാര്യത്തിൽ മാത്രമാണ്, അയ്യപ്പന്റെ സമ്പത്ത് കൊള്ളയടിച്ചതിലാണ് വിശ്വാസികൾക്ക് വേദനയും അവരുടെ വിശ്വാസം വ്രണപ്പെട്ട് നിൽക്കുന്നതും. അല്ലാതെ താഴ്മൺ കുടുംബത്തിലെ തന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിൽ ഇവിടുത്തെ ഒരു വിശ്വാസികൾക്കും ഒരു വേവലാതിയും ഒരു വിഷമവുമില്ല. സംഘപരിവാറിന് വിഷമമുണ്ടെന്ന് മാത്രം കുമ്മനം രാജശേഖരൻ പറഞ്ഞാൽ മതി. അല്ലാതെ മുഴുവൻ വിശ്വാസികളുടെയും അട്ടിപ്പേർ അവകാശമൊന്നും ഇവിടെ BJPക്ക് ആരും കൊടുത്തിട്ടില്ല, ഒരു വിശ്വാസികളും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. താഴ്മൺ കുടുംബത്തിലേക്ക് കെട്ടിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു BJPയുടെ നേതാക്കന്മാർ. നാണമില്ലേ നിനക്കൊക്കെ എന്നാണ് ഇവിടെ ചോദിക്കാനുള്ളത്. ഇതിനു മുൻപ് വരെ ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊടി പിടിച്ചു നടന്ന ആൾക്കാരായിരുന്നല്ലോ BJPക്കാർ. ഇന്നിപ്പോൾ തന്ത്രി അറസ്റ്റിലാകുമ്പോൾ എന്താ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടോ? തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുകൊണ്ട് തന്നെയാണ് SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാളുടെ ഭാഗത്ത് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ റിമാൻഡ് ചെയ്യപ്പെട്ടത്. അല്ലാതെ BJPയുടെ സൗകര്യത്തിനനുസരിച്ചൊന്നും അല്ല ഇവിടെ അറസ്റ്റ് നടത്താനിരിക്കുന്നത്. ഇവിടുത്തെ വിശ്വാസികൾക്കുള്ള ഒരേ ഒരു വേവലാതി ഈ കേസിൽ നിന്ന് തന്ത്രിയും മന്ത്രിയും, അതായത് മന്ത്രി ഊരിപ്പോകരുത് എന്നുള്ളതാണ്. തന്ത്രി എന്തായാലും വീണു, ഇനി മന്ത്രിയാണ് വീഴാനുള്ളത്. അതുകൊണ്ട് BJP ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ വിശ്വാസികളുടെയും മറ്റേ കൊമ്പത്ത് കയറി ഇരിക്കാനൊന്നും BJP നോക്കണ്ട. ഇവിടുത്തെ വിശ്വാസികളുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പ്രതികരിച്ചുകൊള്ളും. അല്ലാതെ BJP അതിന്റെ അട്ടിപ്പേർ അവകാശമൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നീക്കത്തിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ് എന്ന പ്രചാരണം ശക്തമാക്കാനാണ് BJP ശ്രമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പ വികാരം ആളിക്കത്തണമെന്നാണ് എല്ലാവരുടെയും BJP നേതാക്കളുടെ ഒരു പ്രതീക്ഷ. ഇതേത് രാഷ്ട്രീയ മുന്നണിക്ക് അനുകൂലമാകും എന്നുള്ളതും നിർണായകം തന്നെയാണ്. CPM-ഉം കരുതലോടെയാണ് മുൻപോട്ട് പോകുന്നത്. P. രാജീവ് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും SITക്ക് മേൽ യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദവും ഇല്ല എന്നും നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം പരാമർശിച്ച് മന്ത്രി P. രാജീവ് കട്ടവനും ഒത്താശ ചെയ്തവനും ഒരേ ഫ്രെയിമിൽ വന്നു എന്ന് പരിഹസിച്ചു. തന്ത്രി നാട്ടുകാരനും വേണ്ടപ്പെട്ട ആളുമാണെന്നും അന്വേഷണം നടക്കട്ടെ എന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. ഇതും CPM കരുതലിന്റെ ഭാഗമാണ്. കോൺഗ്രസിന്റെ പ്രതികരണവും കരുതലോടെയാണ്. തന്ത്രിയെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തില്ല. എന്നാൽ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ വെറുതെ വിടുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ നൽകിയ മൊഴിയാണ് തന്ത്രിയുടെ അറസ്റ്റിൽ നിർണായകമായത്. പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് കണ്ഠരര് രാജീവരാണെന്ന് പത്മകുമാർ മൊഴി നൽകിയിരുന്നു. പത്മകുമാർ ഈ മൊഴി നൽകിയപ്പോഴും തിടുക്കപ്പെട്ടൊന്നുമല്ല SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് പലതവണ ഈ തന്ത്രിയെയും താഴ്മൺ കുടുംബത്തെയും ഒക്കെ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നീടാണ് ഒരു നിർണായക ഘട്ടത്തിൽ അറസ്റ്റ് വേണം എന്നുള്ള ഘട്ടം എത്തുന്നതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതും. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ കളിയൊന്നുമല്ല. ഇതിൽ നടന്നിരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ കളി, മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തന്ത്രിക്ക് മുൻപേ അറസ്റ്റിലാകേണ്ടിയിരുന്ന ആളാണ് മന്ത്രി. അത് രാഷ്ട്രീയ കളിയാണ്. കടകംപള്ളിയെ തൊടാതെ മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷെ അധികമൊന്നും കടകംപള്ളിയെ ഇങ്ങനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ CPM-ന് കഴിയില്ല. ഹൈക്കോടതിയാണ് അന്വേഷണം നടത്തുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഓരോ അന്വേഷണവും മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ കടകംപള്ളിയുടെ അറസ്റ്റും രേഖപ്പെടുത്തും. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റ് അത് നിർണായകം തന്നെയായിരുന്നു. പല സംശയങ്ങൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് തന്ത്രിക്കുള്ളത്. തന്ത്രിയുടെ മകന്റെ വിവാഹത്തിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചത് രാജീവരാണ്. ഒന്ന് ഓർത്തു നോക്കണം, ശബരിമലയിലേക്കൊരു കഴകക്കാരനായിട്ടാണ് പോറ്റിയെ കൊണ്ടുവരുന്നത്. ഒരു കഴകക്കാരനായിട്ട് കൊണ്ടുവന്ന പോറ്റിയുമായിട്ട് രാജീവർക്ക് എന്താണ് ഇത്ര വലിയ അടുപ്പവും ബന്ധവും? അത് സംശയിപ്പിക്കുന്നതല്ലേ? തന്നെയല്ല, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ, റോദ്ധം ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഈ പറയുന്ന രാജീവർക്കുള്ളത്. ഗോവർദ്ധന്റെ റോദ്ധം ജ്വല്ലറി ഉദ്ഘാടനം നടന്ന ദിവസം അവിടെ പൂജ നടത്തിയത് താഴ്മൺ കുടുംബത്തിലെ തന്ത്രിമാരാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം സംശയിക്കപ്പെടുന്നത് തന്നെയല്ലേ? അതായത് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും 9-ാം പ്രതി ഗോവർദ്ധനുമായും വളരെ അടുത്ത ബന്ധം തന്ത്രി രാജീവർക്കുണ്ട്. എന്ത് ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ? ശബരിമലയിൽ ഒരു തുരുമ്പെടുക്കണമെങ്കിൽ അവിടെ കൃത്യമായി ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെയും തന്ത്രിയുടെയും അറിവുണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ.
ഇപ്പോൾ ഈ സ്വർണം പൂശുന്നതൊക്കെ വെറുതെ അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നതല്ല. ദേവന്റെ അനുജ്ഞ ചോദിക്കണം. അത് ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ്. തന്ത്രിയും ഈ പറയുന്ന അയ്യപ്പനും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ്. അതിലൂടെ അയ്യപ്പൻ അനുമതി നൽകിയാൽ ആ അനുമതി നൽകി എന്നുള്ളതും അതുകൊണ്ട് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാമെന്ന് രേഖാമൂലം തന്ത്രി എഴുതി കൊടുക്കണം, ദേവസ്വം ബോർഡിന് എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതി കൊടുത്താൽ മാത്രമേ ദേവസ്വം ബോർഡിന് അവിടെ നിന്ന് എന്തും എടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ചെന്ന് അതെല്ലാം ഇളക്കിക്കൊണ്ടു പോകാൻ കഴിയുന്നതല്ല. പക്ഷേ 2019 അങ്ങനെ ഒരു അനുജ്ഞ രേഖാമൂലം ദേവസ്വം ബോർഡിന് തന്ത്രി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? അതൊരു ചോദ്യമല്ലേ? പിതൃതുല്യനാണ്, അയ്യപ്പന്റെ പിതൃതുല്യനാണ് തന്ത്രി എന്ന് പറയുന്ന ആൾ. അയാൾക്ക് വലിയ സ്വാധീനം അവിടെയുണ്ട്. വലിയ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും മറുപടി പറയേണ്ട ഒരാൾ ഈ പറയുന്ന തന്ത്രിയാണ്. തന്ത്രി എന്തിന്, അഥവാ ഈ ദേവസ്വം ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ഈ സ്വർണം ഇളക്കിക്കൊണ്ട് പോയി എന്നുള്ളത് അതിനെ എതിർത്തുകൊണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന തന്ത്രി സംസാരിച്ചില്ല? അതൊരു ചോദ്യമല്ലേ? എന്തിനതൊക്കെ മറച്ചു വെച്ചു എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല ശബരിമല കേസുകൾ പരിഗണിക്കുന്നതിനും അവിടുത്തെ എല്ലാ വിഷയങ്ങൾ പരിഗണിക്കുന്നതിനും ദേവസ്വം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചുണ്ട്. ഈ പറയുന്ന തന്ത്രിയുടെ അനുവാദം ഇല്ലാതെയാണ് അവിടെ നിന്ന് സ്വർണങ്ങൾ എടുത്തുകൊണ്ട് പോയതെങ്കിൽ അത് ഹൈക്കോടതിയെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട്. പക്ഷെ തന്ത്രി അതൊന്നും ചെയ്തില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കളവ്. അപ്പോൾ തന്ത്രിക്ക് വലിയ പങ്ക് ഈ ഗൂഢാലോചനയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടതും SIT അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയതും കോടതി റിമാൻഡ് ചെയ്തതും. അതിനെ BJP അങ്ങ് എതിർക്കുകയാണ്. ഇവിടെ BJP എന്തിനാണ് എതിർക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഉന്നത കുലജാതനായതുകൊണ്ടാണ് എതിർക്കുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് ഇവിടുത്തെ രാഷ്ട്രീയ കളിയാണെന്ന് BJPക്ക് മാത്രമേ തോന്നുകയുള്ളൂ. ഇവിടുത്തെ വിശ്വാസികൾക്ക് ആർക്കും തോന്നുന്നില്ല. തന്ത്രിയുടെ അറസ്റ്റ് അത് ഈ അന്വേഷണത്തിൽ നിർണായകമാണ്. ആ അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. BJPക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരാർജി ഭവനിൽ പോയിരുന്ന് അങ്ങ് പൊള്ളിച്ചാൽ മതി. അല്ലാതെ വിശ്വാസികളുടെ കാര്യത്തിലും അയ്യപ്പന്റെ കാര്യത്തിലും ശബരിമലയുടെ കാര്യത്തിലും ഒന്നും നിങ്ങൾ മറുപടി പറയാൻ നിൽക്കണ്ട. അതിന് ബന്ധപ്പെട്ടവർ ഇവിടെ മറുപടി പറഞ്ഞുകൊള്ളും. BJP ഇതിനിടയിൽ കിടന്ന് മറ്റേ ഇല്ലേ കോലിട്ടിളക്കുന്ന കളി കളിക്കരുത്. നിങ്ങളെ ഇവിടെ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായതാണ്. ഈ BJPയുടെ ഇരട്ടത്താപ്പ് മനസ്സിലായതാണ്. BJPയുടേതെന്നല്ല, BJPയുടെയും CPMന്റെയും കോൺഗ്രസിന്റെയും എല്ലാ കൂട്ടരുടെയും ഇരട്ടത്താപ്പ് ഇവിടുത്തെ വിശ്വാസികൾക്ക് കൃത്യമായി അറിയാം. ശബരിമല നിങ്ങൾക്ക് ഒരു വിഷയമേ അല്ല. വിഷയമാകുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ്, വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്ത്രിയെ പൊക്കിക്കൊണ്ടുപോയതിൽ നിങ്ങൾക്ക് വല്ലാത്ത ചൊറിച്ചിലാണെങ്കിൽ മാരാർജി ഭവനിൽ കൂട്ടത്തോടെ ഇരുന്നങ്ങ് ചൊറിഞ്ഞാൽ മതി. വിശ്വാസികൾക്ക് അവർ കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഏത് മറ്റവനാണെങ്കിലും അയ്യപ്പന്റെ പൊന്നുകെട്ടവന്മാർ ആരൊക്കെയാണെങ്കിലും അവന്മാരെല്ലാം അഴിക്കുള്ളിലാകണം എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഓരോ വിശ്വാസിയുടെയും ആഗ്രഹവും അവരുടെ പ്രഖ്യാപനവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.